السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج വലൈക്കും സലാം. لعلهم يتقون بلسان عربي مبين അതേസമയം നമ്മളെപ്പോഴും لعلكم മനസ്സിലാവുന്നില്ല. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر طريق. هل تذكرون أين وقفنا في الدرس الماضي؟ ماذا قرأنا أخيرا؟ في أي صفحة؟ درس الرابع عشر പഠിക്കാനുള്ളത്. അത് അറബി പറയാത്ത കാര്യം എന്താ? ഇത്രയും നാളെ അറിവ് പഠിച്ചില്ലേ? علينا أن نبدأ الدرس الرابع عشر. اليوم نبدأ الدرس الرابع عشر. അല്ലെങ്കിൽ أكملنا الدرس الثالث عشر. الدرس الثالث عشر. പതിമൂന്നാമത്തെ പാഠം നമ്മൾ തീർന്നു. നമ്മൾ نبدأ الرابع عشر. الدرس الرابع عشر. പതിനാലാമത്തെ പാഠം നമ്മൾ തുടങ്ങുന്നു. അല്ലെങ്കിൽ سنقرأ الصفحة رقم 95. എങ്ങനെ വേണമെങ്കിലും പറയാം. എങ്ങനെയായിരുന്നാലും നമുക്ക് എന്ത് വേണം? അറബി പറയണം. അറബി പറഞ്ഞാലല്ലേ അറബി പഠിക്കാൻ പറ്റുള്ളൂ. അറബി പറയാതെ എങ്ങനെ അറബി പഠിക്കാൻ പറ്റും? അതെല്ലാം നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കുകയാണോ? കേൾക്കാൻ വന്നിരിക്കുകയാണോ പഠിക്കാൻ വന്നിരിക്കുകയാണോ? അത് മിണ്ടാത്തുണ്ട്. അറബി പറയാത്ത എന്താന്ന് ചോദിക്കുന്നില്ല. പഠിക്കാൻ വന്നിരിക്കുന്നതാണ്. പഠിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ അറബി പറയണം കംപ്ലീറ്റ്. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ബുക്ക് തുടങ്ങിയിട്ട് തന്നെ 6 മാസം കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാമത്തെ സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഒരു സെം എന്ന് പറഞ്ഞാൽ 6 മാസം. ആ സെം കഴിഞ്ഞ് അപ്പൊ അത് പരീക്ഷയുടെ ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് ഇന്ന് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. റമദാൻ മുമ്പ് വേണോ റമദാൻ കഴിഞ്ഞിട്ട് വേണോ എന്ന് തീരുമാനിക്കുക. റമദാൻ കഴിഞ്ഞിട്ട് മതി. അതായത് നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല എന്നർത്ഥം അല്ലേ? അതായത് നമ്മൾ എപ്പോഴും വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ പിന്നെ പഠിക്കാം. എല്ലാം കൂടെ പിന്നെ പഠിക്കാന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ഓരോ ദിവസം പഠിക്കുന്ന എന്താണെന്നുള്ളത് വായിച്ചു നോക്കണം, എന്നാലേ പറ്റൂ. ശരി, പാഠം 14. പാഠം 14 നമുക്ക് പഠിക്കാനുള്ളത് കൽപ്പനക്രിയാരൂപമാണ്. പ്രധാനമായി നമുക്ക് പഠിക്കേണ്ടത് കൽപ്പനക്രിയാരൂപം. അപ്പോ ഇതിലുള്ള എല്ലാവരും ആരാണ്? അലിമോനാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കാത്തത്. രണ്ടെണ്ണം പഠിച്ചാൽ മതി. രണ്ടെണ്ണം പഠിച്ചാൽ കംപ്ലീറ്റ് അറബിയും മനസ്സിലാവുന്നേ ഉള്ളൂ. രണ്ടെണ്ണം പഠിച്ചാൽ കംപ്ലീറ്റ് അറബിയും മനസ്സിലാവും. അതാണ് നമ്മുടെ സിസ്റ്റം. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കണം. പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കാൻ ലാസ്റ്റ് വന്നിട്ട് പഠിച്ചാൽ അവസാനം ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും ഉണ്ടാവുക. അത് ഏത് പഠനമായിരുന്നാലും. ബാക്കി പഠനമെല്ലാം നമ്മൾ പരീക്ഷ ജയിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അവസാനം പഠിച്ചാലും ശരി പഠിച്ചില്ലെങ്കിലും ശരി ബഹുഭൂരിപക്ഷം അറിഞ്ഞൂടാത്തവരാണ് ജയിക്കുന്നത്.
ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഡോക്ടർ 65-65% അറിയാത്ത ആളാണ് ഡോക്ടർ ആവുന്നത്. 35% മാർക്ക് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ 65% അറിയില്ല. അപ്പൊ 65% അറിയാത്ത എഞ്ചിനീയർ ആണ് നമുക്ക് പാലം ഉണ്ടാക്കുന്നത്. ആ എഞ്ചിനീയർ ഉണ്ടാക്കിയ പാലത്തിന് മുകളിലൂടെ ട്രെയിൻ പോകും. ആ ട്രെയിനിന്റെ താഴെ കൂടെ നമ്മൾ പോകും. മുകളിൽ കൂടെ വാഹനം താഴെ കൂടെ പോകും. അപ്പൊ സൂക്ഷിച്ചോളണം. അതേപോലെ ഇത് പറ്റൂല, ഇത് നേരെ തിരിച്ചാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് 50% മാർക്ക് കിട്ടാത്തവരെ നമ്മൾ പേപ്പർ അപ്പുറം തന്നെ തിരിച്ചയക്കും. നമ്മൾ രജിസ്റ്റർ തന്നെ കയറ്റാൻ പറ്റില്ല അവരെ. അപ്പൊ അതുകൊണ്ട് 2 ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. വേറെ ആരും അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്തവര്? ഷസ്ലീന, ഷറഫു, ഷാനിദ, സാജിദ, മുംതാസ്, ഖലീല, അലിമോൻ, അബ്ദുറഹ്മാൻ, PP പഠിച്ചില്ലേ? അണ്ടർസ്റ്റാൻഡ് ഖുർആൻ നാലകത്ത് ഞാൻ പഠിച്ചില്ല. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചില്ല. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ആണ് എല്ലാ ഭാഷയുടെയും ഫാസ്റ്റസ്റ്റ് സിസ്റ്റം. നമ്മൾ ഒരു സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് എന്താണ്, നമ്മൾ ഓരോമെറ്റിയാണ് പോകുന്നത്, മെയിൻ സ്ട്രീമിലൂടെ പോകുന്നില്ല. മെയിൻ സ്ട്രീമിൽ ചിലപ്പോൾ ഒരു മെയിൻ സ്ട്രീമിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനു മുമ്പേ അടച്ചുപൂട്ടി പോകും. അതുകൊണ്ടാണ്, കാരണം അങ്ങനെയാണ് ജനങ്ങൾ സമീപന രീതി. അത് നമ്മൾ ഒരു സൈഡിലൂടെ പോവാണ്. പക്ഷേ ഇതെല്ലാം ഒരു സിലബസ് ലോകത്തില്ല ഇത്രയും എളുപ്പത്തിൽ പഠിക്കാനുള്ള. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ചേരാത്തവർ ഇപ്പം ചേർന്നോളി. ഇപ്പൊ 51 രൂപ അടച്ചാൽ നിങ്ങൾക്ക് 25,000 ഖുർആൻ 25,000 ബാക്കി 20 ദിവസം കൊണ്ട് പഠിപ്പിക്കും. 20 ദിവസം കൊണ്ട് 25,000 ബാക്കി പഠിപ്പിക്കും. 51 രൂപ അടച്ചിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തോളൂ. ഓക്കെ, ഇതില് കൽപ്പനക്രിയ രൂപമാണ് പഠിപ്പിക്കുന്നത്. അത് തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അത് തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്താലേ പറ്റൂ. ഇത് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ആ വഴിക്ക് ഇങ്ങനെ പോകണം. ആ വഴി ഇങ്ങനെ പോയാൽ ചുരമൊക്കെ നിങ്ങൾ കയറുന്നത് അറിയാതെ കയറിയും പോകും. ഇത്രയും പവർഫുൾ എഞ്ചിനാണ്, പഴയ എഞ്ചിനല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ പഴയ എഞ്ചിനുകളിനനുസരിച്ച് പോയാൽ മതിയാണ്. ദർശനം അറബി കോളേജിലൊക്കെ ഇപ്പോഴും പഴയ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ആ പഴയ എഞ്ചിൻ ഉപയോഗിച്ച് കയറി പോകാൻ പറ്റില്ല. പുതിയ എഞ്ചിനാകുമ്പോൾ ബസ്സൊക്കെ ഇപ്പൊ എത്ര സ്പീഡിലാണ് പോകുന്നത്. മുമ്പ് നമ്മൾ 40, 35, 40 പോയാൽ അൽഹംദുലില്ലാഹ് എല്ലാം 80 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പം നേരത്തെ ഉള്ളതിന്റെ ഇരട്ടി സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ ഹജ്ജിന് പോകുന്നതും 1 മാസം കൊണ്ട് ഹജ്ജിന് പോയിരുന്നത് ഇപ്പോൾ വേഗം പോയി ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ ഉംറ ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. ഒരു ദിവസം തന്നെ പോയി ഉംറ ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വരിക. അത്രയും വേഗത്തിൽ ആരാധന നമ്മൾ ചെയ്യാം. പക്ഷേ ഈ സിസ്റ്റം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമ്മുടെ മെയിൻ സ്ട്രീം കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ മെയിൻ സ്ട്രീം ആൾക്കാരാണ് തടസ്സം നിൽക്കുന്നത്. ആ മെയിൻ സ്ട്രീം ആൾക്കാർ അങ്ങോട്ട് മാറി നിന്നാൽ ഇത് ജഗബഗാന്ന് പറഞ്ഞു പോകും. ഓക്കെ, കൽപ്പനക്രിയ ഫത്തഹ യഫ്തഹു ഇഫ്തഹ് നിങ്ങൾ തന്നെ പഠിക്കണം. ഫത്തഹ യഫ്തഹു ഇഫ്തഹ്, ലറബ യളിരിബു യുളിരിബ്, നസറ യൻസുറു ഉൻസുർ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഒരുമിച്ച് പഠിപ്പിക്കുകയാണ്. 4 നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിപ്പിച്ചത് ഫത്തഹ യഫ്തഹു ഇഫ്തഹ്. അത് പഠിച്ചിട്ട് ഒരു 3 മാസം അത് മാത്രം പഠിപ്പിച്ചാൽ മതി. പ്രിലിമിനറി 1 പരീക്ഷ എഴുതിപ്പിക്കുന്നത് ഫത്തഹ യഫ്തഹു ഇഫ്തഹ്, ഷഫഅ യശ്ഫഅ ഇശ്ഫഅ. അതായത് പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും മധ്യത്ത് ഫത്തഹാണ്. അപ്പോൾ കൽപ്പനക്രിയ ഇഫ്തഹ്. പൂർണ്ണക്രിയ ലറബ യളിരിബ് പോലെ പൂർണ്ണക്രിയക്ക് ഫത്തഹും, യളിരിബ് പോലെ അപൂർണക്രിയക്ക് കസ്റുമാണെങ്കിലും ലറബ യളിരിബു യളിരിബ്. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പ്രത്യേകം എടുത്ത് അത് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കുറെ ലറബ ലലമ സബറ ഖബറ കുറെ ക്രിയകളൊക്കെ പഠിപ്പിച്ച ശേഷമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സമിഅ. മധ്യത്ത് പൂർണ്ണക്രിയയിൽ കസറും, യസ്മഉ മധ്യത്ത് അപൂർണക്രിയയിൽ ഫത്തഹും വരുന്ന ക്രിയ ആയിരുന്നാലും സമിഅ യസ്മഉ സമിഅ യസ്മഉ യസ്മ. പിന്നീട് നസറ യൻസുറു, നസറ പൂർണ്ണക്രിയയിൽ ഫത്തഹും, യൻസുറു അപൂർണക്രിയയിൽ മധ്യത്ത് ലമ്മും വരുന്നു. അതുകൊണ്ട് അപൂർണക്രിയയിൽ മധ്യത്ത് ലം വരുന്നുണ്ട് നസറ യൻസുറു ഉൻസുർ. അപ്പോ ഇത് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അഥവാ പഠിച്ചവരാണെങ്കിലും നമ്മുടെ പ്രിലിമിനറി 2ന്റെ പുസ്തകമുണ്ട്.
പ്രിലിമിനറി 2ന്റെ പുസ്തകം നന്നായിട്ട് പഠിക്കുക. എന്നാലേ ഈ പാഠം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിലെന്ത് ചെയ്യണം? ഇതൊരു കോമൺ പ്രിൻസിപ്പിളാണ്. ഇത് വെച്ച് പഠിച്ചാൽ മതി. പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഹിമാലയ പർവ്വതം തലയെടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് അറബി പഠിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അറബി പോലെ ലളിതമായും ഓർഗനൈസ്ഡ് ആയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഷ തന്നെ വേറെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നബിസ്വല്ലാ നമ്മൾ ചരിത്രം അറിയുന്ന കാലഘട്ടം നോക്കിയാൽ 571 നബിസ്വല്ലാസം ജനിച്ച കാര്യം പറയുന്നത്. നബിസ്വല്ലാസം സംസാരിച്ച ഭാഷയാണ് ഇന്നും അറബിയിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു ഭാഷ ഇത്രയും വർഷങ്ങൾ 14 നൂറ്റാണ്ട് സംസാരിച്ച ഭാഷ അറിയുമോ നമുക്ക്? തമിഴ് മുമ്പ് സംസാരിച്ച തമിഴ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പണ്ട് സംസാരിച്ച മലയാളം കേട്ടാൽ മനസ്സിലാവും. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നബിസ്വല്ലാസം അന്ന് സംസാരിച്ച അറബി ഭാഷ ഇന്നും സംസാരിക്കും. മാത്രമല്ല അതിനും എത്രയോ കാലം മുമ്പ് തന്നെ അറബി ഭാഷ സംസ്കൃതമാണ്, സംസ്കരിക്കപ്പെട്ടതാണ്. അപ്പൊ അത്രയും ലളിതമാണ് അറബി ഭാഷ. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് അറബി ഭാഷ ഹിമാലയ പർവ്വതം ചുവന്നുകൊണ്ട് നടക്കുന്ന പോലെയാണ്. ഇതിൽ പഠിപ്പിക്കുന്ന ലളിതമായ രീതി സ്വീകരിച്ചാൽ മതി. അതല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പ്രിലിമിനറി 2 പോയിട്ട് നോക്കിയാൽ അവിടെ ഓരോ ഗ്രൂപ്പും പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ 4 ഗ്രൂപ്പും ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല അവിടെ കൽപ്പനക്രിയയ്ക്ക് ഇഫ്തഹ് ആണിനോട് പറയുന്നത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഉറച്ചങ്ങിരിക്കും. ഇവിടെ സ്ത്രീയോട് പറയുന്നത് കൂടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ യാ അഹ്മദു ഇഫ്തഹ്, അഹ്മദിനോട് പറയുമ്പോൾ ഇഫ്തഹ്. യാ ഫാത്തിമയോട് പറയുമ്പോൾ ഇഫ്തഹി. അപ്പൊ അതിന് ഉദാഹരണം അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പുതിയ ബുക്കിൽ ഏതെങ്കിലും ഉണ്ട്. ഉദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തി എന്ന് പറയും സൂറത്ത് ഫജ്ർ വരുന്ന ഭാഗത്ത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ. അപ്പൊ അവിടെ ഏത് സ്ത്രീയോട് പറയുന്ന കൽപ്പനയും സ്ഥിരീകരിക്കുന്നു. അപ്പൊ ഇതാണ് ഈ പാഠത്തിലെ പ്രധാന വിഷയം, കൽപ്പന ക്രിയാരൂപം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്കി കാര്യം ഓൺ ദ വേയിൽ നമുക്ക് പറയാം. ഓക്കെ, അൽ മുദരിസ് അധ്യാപകൻ. മൻ ബിൽ ബാബ് വാതിൽക്കൽ, വാതിലിനെ കൊണ്ടല്ല. മൻ ബിൽ ബാബ്, ഹു ഈസ് അറ്റ് ദ ഡോർ. വാതിൽക്കൽ ആരാണ്? താലിബ്. ഒരു കുട്ടി പറഞ്ഞു. താലിബിൻ എന്ന് പറഞ്ഞാൽ കുട്ടിയല്ല കേട്ടോ, സ്റ്റുഡന്റ് എന്നല്ല, മറിച്ച് എന്താണ്? എ സ്റ്റുഡന്റ്, ഒരു കുട്ടി പറഞ്ഞു. അൽ മുദരിസ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു നമ്മള്? അധ്യാപകൻ, ഒരധ്യാപകനല്ല. അൽ വരുന്നിടത്ത് ഏകവചനമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അൽ മുദരിസ് എന്ന് പറയുമ്പോൾ അധ്യാപകൻ പറഞ്ഞു. താലിബുൻ എന്ന് പറയുമ്പോൾ അല്ലില്ലാത്തതുകൊണ്ട് എ സ്റ്റുഡന്റ് എന്ന് പറയണം. അന താലിബുൻ ജദീദുൻ. അപ്പോൾ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു അന താലിബുൻ ജദീദുൻ. ഐ ആം എ ന്യൂ സ്റ്റുഡന്റ്. അന താലിബുൻ ജദീദുൻ, ഞാൻ പുതിയൊരു സ്റ്റുഡന്റാണ്. അൽ മുദരിസ്. ഉദ്ഖുൽ അപ്പം ദഖല എന്നതാണ് പൂർണ്ണക്രിയ. ദഖല അവൻ പ്രവേശിച്ചു, ഹി എൻറ്റേർഡ്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കുക. യദ്ഖുലു അവൻ പ്രവേശിക്കും, അല്ലെങ്കിൽ അവൻ പ്രവേശിക്കുന്നു. അപ്പൊ യദ്ഖുലു എന്ന അപൂർണ ക്രിയയിൽ നിന്നാണ് കൽപ്പനക്രിയ രൂപമെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൽപ്പനക്രിയയുടെ അപൂർണക്രിയയുടെ മധ്യത്തിൽ എന്താണോ ഉള്ളത് അതേപോലെ ആയിരിക്കും അപൂർണക്രിയയുടെ മധ്യത്തിലും ഉണ്ടാവും. യദ്ഖല, യദ്ഖുലു, ഉദ്ഖുൽ, ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ എന്താണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സംഭവമാണെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ഖുർആനിലേക്ക് പോയിട്ട് ദഖല, യദ്ഖുലു, ഉദ്ഖുൽ പറഞ്ഞു പഠിക്കണം. മസ്മുക്, എന്താ നിന്റെ പേര്? മസ്മുക്ക, എന്താ നിന്റെ പേര്? അത്താലിബു. അപ്പൊ എന്താ ഉത്തരം? അത്താലിബു, ദ സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ആൻസർ ചെയ്യാണ്. അപ്പൊ താലിബിൻ എന്ന് പറഞ്ഞപ്പോ എന്താണ്?
അവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. കാരണം എന്താണ്? സ്റ്റിൽ ഈസ് നോട്ട് എ നോൺ പേഴ്സൺ. അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തി അല്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ത്വാലിബുൻ എന്ന് പറയും, എ സ്റ്റുഡൻറ്. അങ്ങനെ ത്വാലിബുൻ ജദീദ്, ഞാനൊരു പുതിയ സ്റ്റുഡൻ്റ് ആണ് എന്ന് അയാൾ മറുപടി. അല്ലാതെ പറയുന്നത് എന്താ? അത്വാലിബു ദ സ്റ്റുഡൻറ്. ആ കുട്ടി പറഞ്ഞു. കുട്ടി പറഞ്ഞു. ഇസ്മി ഹുമയൂൻ. ആ എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുട്ടി എന്ന് പറയുന്നതും കുട്ടി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ആ താലിബ് എന്നാൽ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ആയിക്കോട്ടെ. ഇസ്മി ഹുമായൂൻ, എന്റെ പേരെന്താണ്? ഹുമായൂൻ. ആ, മലയാളത്തിൽ പറയുമ്പോൾ ഹുമായൂൻ ഇല്ല, അറബിയിൽ പറയുമ്പോൾ ഹുമായൂൻ ഉണ്ട്. കാരണം ഹുമയൂൻ എന്ന് എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ മീമിന് ഫത്തഹ ഇടില്ല. അപ്പൊ മീമിന് ഫത്തഹാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ദീർഘിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ ഹുമായൂൻ എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ ഹുമയൂൻ. ഇസ്മി ഹുമയൂൻ അൽ മുദരിസ്. ഹുമയൂനു, ഹുമയൂൻ എന്നാണോ പേര് എന്ന് ചോദിക്കുകയാണ് മുദരിസ്. ഹുമയൂനു കൈഫ തക്തുബു ഹാദൽ ഇസ്ം? ഹാദൽ ഇസ്ം, ഹാദൽ ഇസ്മു അല്ല, ഹാദൽ ഇസ്ം. നമുക്കറിയാം ഇസ്മിന്റെ കൂടെ ആൽ ചേർന്നാൽ അൽ ഇസ്മു ലാമിന് കസ്ർ കൊടുക്കണം. കമാ തഖ്റഉ ഔ തഖ്റഊന ഫീ സൂറത്തി, ഏത് സൂറത്തിലുള്ളത് ഇസ്മ? അൽ ഇസ്മ. അൽ ഇസ്മ എവിടെയുള്ളത്? സൂറത്തുൽ ഹുജറാത്ത്. ബിഇസ ലിസ്മുൽ ഫുസൂഖ്, ബിഇസ ലിസ്മുൽ ഫുസൂഖ്, ബിഇസൽ ഇസ്മു. ഇസ്മിന്റെ അലിഫ് എന്താണ്? ഹംസത്തുൽ വസ്ലാണ്, ചേർത്ത് വായിക്കുമ്പോൾ പോകുന്നത്. തുടക്കം മുതലേ പറയുന്നതാണ്, ഒന്നാം പാഠത്തിൽ മുതൽ പറയുന്നത്. അതുകൊണ്ട് അൽ വന്നാൽ അല്ലിന്റെ രണ്ട് സുക്കൂനാണ്. അല്ലിന് ലാമിന് സുക്കൂൻ, ഇസ്മിന്റെ സീനിന് സുക്കൂൻ. ഈ രണ്ട് സുക്കൂനാണ്. അലിഫ് എന്ത് ചെയ്യില്ല, ഇസ്മിന്റെ അലിഫിനെ പരിഗണിക്കില്ല. ഈ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നുകൊണ്ട് ആദ്യത്തെ സുക്കൂനിന് പ്രസ് കൊടുക്കുക. ആദ്യമുള്ളത് അൽ എന്താണ്? അല്ലിന്റെ ലാമിനാണ് ആദ്യമുള്ള സുക്കൂൻ. അപ്പൊ എന്ത് ചെയ്യുന്നത്? അതിന് ഇത് കൊടുക്കുകയാണ്. ബിഇസ ലിസ്മുൽ ഫുസൂഖ്. അതേപോലെ കൈഫ തക്തുബു ഹാദൽ ഇസ്മ, ഈ നാമത്തെ നീ എങ്ങനെ എഴുതും? അൽ ഇസ്മ തക്തുബു അൽ ഇസ്മ, പേരിനെ നീ എങ്ങനെ എഴുതും? അപ്പൊ അത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ട്, ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് പത്രത്ത് കൊടുത്തു. കൈഫ തക്തുബു ഹാദൽ ഇസ്മ, ഈ പേര് നീ എങ്ങനെ എഴുതും? ഉക്തുബുഹു ഹാദിഹിൽ വറക്കത്ത, അല ഹാദിഹിൽ വറക്കത്ത, ഉക്തുബുഹു. അപ്പൊ എന്താണ് നമ്മള്? കത്തബ യക്തുബു ഉക്തുബ്. ഈ ടേബിൾ ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് പഠിക്കുന്ന ഈ പാഠത്തിൽ പഠിക്കുന്ന എല്ലാ വെർബുകളുടെയും ടേബിൾ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഓർഡർ ഫോം. ഓക്കെ. തക്തുബ് എഴുതുമ്പോൾ കത്തബ യക്തുബു ഉക്തുബ്. അപ്പൊ നമ്മളിവിടെ തക്തുബു എന്ന് പറയും. അപ്പൊ അപൂർണ ക്രിയയിൽ മധ്യത്തുള്ള അമ്മാണ്, അതുകൊണ്ട് കൽപ്പന ക്രിയയിലും മധ്യത്തുള്ള അമ്മാണ്. കൽപ്പന ക്രിയയിൽ ലമ്മ വന്നാൽ ഊ കൊണ്ടാണ് കൽപ്പന തുടങ്ങേണ്ടത്. അതായത് അപൂർണ ക്രിയയിൽ മധ്യത്തിൽ ലമ്മ വന്നാൽ കൽപ്പന ക്രിയ ഊ കൊണ്ടാണ് തുടങ്ങേണ്ടത്. തക്തുബു. കൈഫ തക്തുബു ഹാദൽ ഇസ്മ? ഉക്തുബുഹു അല ഹാദിഹിൽ വറക്ക, അല ഹാദിഹിൽ വറക്കത്ത. ഈ പേപ്പറിലൊന്ന് എഴുതൂ, ഈ പേപ്പറിലേക്ക് ഒന്ന് എഴുതൂ എന്നാണ്. അല ഹാദൽ, അല ഹാദ അല്ല ഹാദിഹിൽ വറക്കത്ത, അല ഹാദിഹിൽ വറക്കത്ത. വറക്കത്ത് എന്താണ്? വറക്കത്ത് എന്താണ്? പേപ്പർ. ആ, പഠിച്ചിട്ടില്ലേ ഒന്നാം ക്ലാസ്സിൽ? പഠിച്ചിട്ടുണ്ട്. ആ, ഈ ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ വറക്കത്ത്? നമ്മൾ ഈ അറബി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം, അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഖുറാൻ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? ശരി, ഈ റമദാനിൽ എങ്ങനെ ഖുറാൻ വായിക്കും നമ്മൾ? എത്ര പ്രാവശ്യം വായിച്ചു തീർക്കും ഖുറാൻ ഈ റമദാനിൽ? ഇത്രയില്ലേ? ഒരു പ്രാവശ്യം വായിക്കണ്ട. നിങ്ങൾ വായിക്കുന്നതിന് ആശയം മനസ്സിലാക്കി മാത്രം വായിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും ആശയം, നിങ്ങൾക്ക് മനസ്സിലാകും, എനിക്ക് മനസ്സിലാകും എന്ന് ഉസ്താദ് പറഞ്ഞു. എന്നാൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത് നിങ്ങൾ ചിന്തിച്ചൊന്ന് വായിച്ചു നോക്കും. അപ്പൊ വറക്കത്തൊക്കെ കിട്ടും.
ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഖുർആനിലുണ്ട്. അത് നിങ്ങൾ കണ്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വറക്കത്തും ഉണ്ട് ഖുർആനില്. മരമുണ്ടോ? മരമുണ്ടെങ്കിൽ വറക്കത്തുണ്ട്. വറക്കത്ത് എന്താ ശരിക്കും അർത്ഥം? ശരിക്കുള്ള അർത്ഥം വറക്കത്ത് എന്ന് പറഞ്ഞാൽ ഇല എന്നാണ്. അല്ലേ? താളി ഓലയിലല്ലേ എഴുതിയിരുന്നത്. ആ വറക്കത്താണ് ഇപ്പോഴും കൊണ്ടുവന്നിട്ട് ആ ഓലയാണിത്. അപ്പൊ അതിന് വറക്കത്തെന്നാ പറയുന്നത്. അപ്പൊ ഇലയിലാണ് എഴുതിയിരുന്നത്. അപ്പൊ ഇലയിൽ എഴുതിയിരുന്നുകൊണ്ട് ആ വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതാണ് ആദ്യ ഭാഷയുടെ പ്രത്യേകത. പുതിയ വാക്കൊന്നും കണ്ടുപിടിക്കുന്നത്. അപ്പൊ പേപ്പർ കണ്ടുപിടിച്ചെന്നാണ്. അതിനുശേഷമുള്ള പേപ്പർ ഉപയോഗിക്കുക. അതിനു മുമ്പേ എന്ത് വറക്കത്തുണ്ട്. വറക്കയിൽ പണ്ട് എഴുതിയിരുന്നു. ഇപ്പൊ വറക്കയാണ് ഇപ്പോഴും ഉള്ളത്. ഉക്തുബുഹു അലാ ഹാദിഹിൽ വറക്കത്ത. ഓക്കെ, ഉക്തുബുഹു അലാ ഹാദിഹിൽ വറക്കത്ത. ഈ വറക്കയിൽ ഒന്ന് എഴുതൂ. നമ്മൾ പേപ്പറിൽ എഴുതാന്ന് ഇംഗ്ലീഷിൽ പറയാന്നുണ്ടെങ്കിൽ ഈ വറക്കയിൽ എഴുതാന്ന് അറബിയിൽ പറഞ്ഞൂടെ? ക്ലാസ് അത്താലിബ്, ദ സ്റ്റുഡന്റ്, കുട്ടി. എല്ലാ സ്ഥലത്തും നമ്മൾ ആ കുട്ടി എന്ന് പറയേണ്ട കാര്യമില്ല. കുട്ടി മറുപടി പറഞ്ഞു, യാ ഉസ്താദ് ഹാഹുന അക്റബുൻ. കുട്ടി എന്താ പറഞ്ഞത്? യാ ഉസ്താദ്, ഉസ്താദ് ഹാഹുന അക്റബുൻ. ഹിയർ ഈസ് എ സ്കോർപ്പിയൻ. ഇവിടെ എന്തുണ്ട്? അക്റബ്. ആ, തേളുണ്ട്. ആഹുന അക്റബുൻ, ഇതാ ഒരു തേൾ. ഇതാ ഇവിടെ ഒരു തേൾ. ആഹുന, ഇവിടെ ഒരു തേൾ. അക്റബുൻ, ഒരു തേൾ. അൽമുദരിസ്, അക്റബുൻ ഫിൽ ഫസ്ലി ഐന ഹിയ. അക്റബുൻ ഫിൽ ഫസ്ലി ഐന ഹിയ. ഇത് നമ്മൾ സംസാരത്തിലാണ് എങ്ങനെ ചോദിക്കുന്നത്? യാ ഉസ്താദ് ഹാഹുന അക്റബ്. അപ്പൊ ഉസ്താദ് എന്ത് പറയും? അൽമുദരിസ്, അക്റബുൻ ഫിൽ ഫസ്ൽ ഐന ഹി. ആ, തേനല്ല, തേൾ. ഐന ഹി എന്നാ ചോദിക്കുക. അതിന് ഹി എന്ന് നമ്മൾ പറയുന്നത് അവസാനത്തെ അടയാളം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സ്പോക്കണിൽ പറയുമ്പോൾ അതിന് ഹി എന്നാ പറയാ. അവൻ എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവൻ എവിടെ? സ്പോക്കണിൽ എങ്ങനെ പറയും? വെയിൻ ഹു. ഹുവ എന്ന് പറയുമ്പോൾ പത്ത് പോവില്ലേ നിർത്തുമ്പോഴേ. അപ്പൊ വെയിൻ ഹു, ഐന ഹു. അപ്പോ സ്പോക്കണിൽ സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാ വാക്കിന്റെ അവസാനം സുക്കൂൻ ചെയ്യും. ഒരു വാക്കിന്റെ നമ്മൾ സെന്റൻസിന്റെ അവസാനം മാത്രമല്ല. അപ്പൊ ഐന എന്നതിന്റെ കൂടെയാണ് വാ ചേർത്തിട്ട് വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? ന്യൂവിന്റെ പത്തക പോയി. അപ്പൊ ചില ആൾക്കാർ ഗൾഫിൽ വന്നിട്ട് പറയും ഇവിടുത്തെ ഭാഷ വേറെയാണ്. ഇവിടുത്തെ ഭാഷയൊന്നും വേറെയല്ല, എല്ലാ വാക്കിനും സുക്കൂൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്തതാണ്. വെയിൻ ഹു എന്നാണ്. ഇനി അറബികളോട് നമ്മൾ പറഞ്ഞ് ചോദിച്ചാലും അവർ പല അറബികൾക്കും ഇതിന്റെ റൂട്ട് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, അറിയില്ല. അവർക്ക് പഠിപ്പിച്ചാൽ അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഐനഹിയ അതെവിടെ? അപ്പൊ ഇവിടെ ഒരു സംഭവം അഖറബുൻ എന്ന ഒരു വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പോയിന്റാണ് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ പോയിന്റ്. ഒന്ന് കൽപ്പനക്രിയയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് ആയ നാമം കൊണ്ട് സെന്റൻസ് തുടങ്ങാമോ എന്നതാണ്. ചോദിച്ചാൽ ഇൻഡെഫിനിറ്റ് ആയ നാമം കൊണ്ട് സെന്റൻസ് തുടങ്ങാൻ പാടില്ല. അതാണ് കോമൺ പ്രിൻസിപ്പിൾ. പൊതു നിയമം എന്താണ്? അറിയപ്പെടാത്ത നാമം കൊണ്ട് ഒരു വാക്യം തുടങ്ങാൻ പാടില്ല. അപ്പൊ ഇവിടെ അഖറബുൻ, ഇവിടെ അഖറബുൻ എന്നതാണ് ഒന്നാമത്തെ വാക്ക്. അതെന്താണ്? അല്ലില്ലാത്ത അറിയപ്പെടാത്ത നാമമാണ്. ഇൻഡെഫിനിറ്റ് നാമമാണ്. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നാമമാണ്, അൺസ്പെസിഫിക് ആയിട്ടുള്ള നാമമാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് തുടങ്ങി എന്ന് ചോദിച്ചാൽ അവിടെ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ചോദ്യത്തിന്റെ പദം ഉണ്ടായിരുന്നുണ്ട്. ചോദ്യപദം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അൺസ്പെസിഫിക് ആയിട്ടുള്ള മഅരിഫ അല്ലാത്ത അഥവാ നക്കിറയായ നാമം കൊണ്ട് തുടങ്ങാം. അതിന് ഉദാഹരണമാണ് അഖറബുൻ ഫിൽ ഫസ്ൽ.
അപ്പോ ചോദ്യപദം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അല്ലില്ലാത്ത പദം കൊണ്ട് തുടങ്ങിയത്. അല്ലില്ലാത്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലുണ്ടായിക്കോളന്നില്ല മാരിഫയ്ക്ക്. അതായത് അൺസ്പെസിഫിക്, ഇൻഡെഫിനിറ്റ് ആയ എന്ന് പറയാം. അതിന് ഹിയ ഒന്നുർഹുന യാ ഉസ്താദ്, യാ ഉസ്താദ് ഒന്നുർഹുന, ഇതാ ഇവിടെ നോക്കൂ. ഹിയ തഹ്ത മക്തബി ഹിശാമിൻ, ഹിയ തഹ്ത മക്തബി ഹിശാമിൻ, അത് ഹിശാമിന്റെ ടേബിളിന്റെ താഴെയാണ്, ചുവടെയാണ്. ഹിയ തഹ്ത മക്തബി ഹിശാമിൻ. അപ്പൊ ഇവിടെ അഖറബുൻ എന്നത് തായൊന്നും ഇല്ലാത്ത നാമമാണ്, താ ഇല്ലാത്ത നാമം. പക്ഷേ താ ഇല്ലാത്ത നമുക്ക് കോമൺ ആയിട്ട് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് അറിയാത്ത ഒരു പദം നമ്മൾ സ്ത്രീലിംഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർമ്മയുണ്ടോ? കെദിറുൻ പഠിച്ചപ്പോ എന്താ പറഞ്ഞത്? കെദിറുൻ സ്ത്രീലിംഗമാണ്. ആ, അതേപോലെ അഖറബ് നമ്മൾ യൂസേജിലൂടെയാണ് സ്ത്രീലിംഗമാണെന്ന്. അതേപോലെ ഖുർആൻ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ സ്ത്രീലിംഗമാണെന്ന് അറിയാത്ത ചില പദങ്ങളൊക്കെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചു കാണും. ഇതൊക്കെ കണ്ടുപിടിക്കലാണ് നമുക്ക് റമദാനിൽ ജോലി. തൽക്കാലവും വിരുന്നും മാർക്കറ്റിങ്ങും ഷോപ്പിങ്ങും അല്ല. ഷോപ്പിംഗ് കുറയ്ക്കാൻ വേണ്ടിയാണ് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. കാരണം ഒന്നാമതായി മനുഷ്യൻ പോകുന്നത് ആഹാരത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഷോപ്പിംഗ് കുറയ്ക്കാം, പിന്നെ ആഡംബരം കുറയ്ക്കാനാണ് ബാക്കി കാര്യം പറഞ്ഞത്. അതും കുറയ്ക്കുക. അവിടെ പട്ടിണി കിടക്കുന്ന എന്തായിരുന്നു നമ്മൾ നോമ്പ് പിടിക്കല്ലേ പലസ്തീൻ കുഞ്ഞുങ്ങളെ, അവരെന്ത് വെച്ചിട്ടാണ് നോമ്പ് പിടിക്കുന്നത് ആലോചിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ എടുത്തു വെച്ചിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കാനുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കുക എന്തൊക്കെ കാര്യമാണ് ഖുർആൻ വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടതെന്ന് എഴുതി വെക്കുക. ഉസ്താദ് പറഞ്ഞു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെന്ന് ഖുർആൻ. കർപ്പൂരം ഉണ്ടോ? ഉപ്പുണ്ടോ? അതിലെ വെറുതെ ഇങ്ങനെ വാങ്ങി വാക്ക് പറയുകയാണോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ? വായിച്ചു നോക്ക്, കണ്ടെത്താൻ പറ്റും. ചോറാണോ തിന്നേണ്ടത്, കുബുസാണോ തിന്നേണ്ടതെന്ന് ഖുർആൻ നോക്കിയാൽ കാണാൻ പറ്റും. ആരും ചോറിനുണ്ട് സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. കുബുസ് കഴിക്കും, കുബുസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ടാകും കുബുസ്. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് കണ്ടെത്തുന്നു. നിങ്ങൾക്ക് കൗതുകം ജനിക്കുന്ന കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന മാത്രമല്ല, പുതിയതായിട്ട് കൗതുകം ജനിക്കുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിൽ ഒറ്റ വാക്കിൽ എഴുതി വെക്കണം. ഒരുപാട് എഴുതരുത്. അപ്പൊ നമുക്ക് ടയർഡായിട്ട് നമ്മൾ ബോറടിച്ചു. ഇവിടെ കർപ്പൂരത്തെ കണ്ട്, ഇവിടെ ഉപ്പിനെ കണ്ട് എഴുതി വയ്ക്കുക. ഇവിടെ ഉപ്പുണ്ട്, ഇവിടെ കർപ്പൂരമുണ്ട്, ഇവിടെ പേപ്പറുണ്ട്, ഇവിടെ വരക്കുണ്ട്, ഇവിടെ മരമുണ്ട്, ഇവിടെ കടലുണ്ട്, ഇവിടെ കരയുണ്ട്. ഇവിടെ ഇതാ ഒരു വാക്ക്, ഇത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് എങ്ങനെ അറിയാം? നമുക്ക് സ്ത്രീലിംഗത്തിന്റെ സൂചകമായ പദങ്ങൾ അവിടെ ഉണ്ടാവും. ഹാ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ താ ചേർന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. യഫ്തഹു ഹിയ തഫ്തഹു, അല്ലെങ്കിൽ ഫതഹത്, ഫുതിഹതി സമാഉ, ഇദൽ അർളു മുദ്ദത്ത്, ഇൻഷഖൽ ഖമറു, ഖമർ പുല്ലിംഗം. ഇത് ഷംസു കുവ്വിറത്ത്, ഷംസ് സ്ത്രീലിംഗം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം നമുക്ക് കണ്ടെത്താൻ പറ്റും. സ്ത്രീലിംഗത്തിന്റെ അടയാളം ഇല്ലാതെ തന്നെ സ്ത്രീലിംഗമാണ്. അപ്പോൾ ബൈ യൂസേജ് ആണ്. അങ്ങനെ കുറെ വാക്കുകളുണ്ടാവും. അപ്പോ അതിൽപ്പെട്ടതാണ് അഖറബ്. ഉൻദുർഹുനായ ഉസ്താദ് ഹിയ തഹ്ത മക്തബി ഹിശാമിൻ. അപ്പോ ഇവിടെ എന്താ വാക്ക്? ഹൗന അഖറബുൻ ഫിൽ ഫസ്ലി അയ്ന ഹിയ ഉൻദുർ. എന്ത് ചെയ്യണം? നളറ യൻദുറു ഉൻദുർ. എന്ത് ചെയ്യണം നമ്മൾ? ഇത് എവിടെ നിന്ന്, എന്താ ഇതിന്റെ ഉപയോഗം? നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും. കുട്ടികളോട് നമ്മൾ വെള്ളം കുടിച്ചോ? കുടിച്ചില്ല, എന്നാ കുടിക്ക്. ഞാൻ കുടിക്കാം, ഞാൻ കുടിക്കാം. അപ്പൊ കാം എങ്ങനെ കിട്ടി? കുടിച്ചു. ചായ എങ്ങനെ കിട്ടി? കുടിച്ചോ. ഓ എങ്ങനെ കിട്ടി? കുടിക്കുന്നോ. ഇന്ന എങ്ങനെ കിട്ടി? അപ്പൊ ഇതൊന്നും നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് മോളെ, ഇത് മോനെ പാസ്റ്റ് ടെൻസ് ആണ്, ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇപ്പൊ ഇവിടെ ചായ ചേർക്കണം, ഇവിടെ കാ ചേർക്കണം, ഇവിടെ ഞാ ചേർക്കണം എന്നൊന്നും ഒരു കുട്ടികൾ നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ അറിവ് പഠിക്കാൻ നേരത്തെ മാത്രം നമ്മൾ ഹിമാലയൻ തലയിൽ എടുക്കേണ്ടി പോകുന്നതിന്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു പഠിക്കുക. നളറ യൻദുറു ഉൻദുർ.
കത്തബ യക്തുബു ഉക്തുബ്. ആ ഈ 3 രൂപങ്ങൾ ടേബിൾ വരച്ച് ഒരു വരി വിട്ട് എഴുതണം. കണ്ടാല് ഇതൊരു ഫാന്റാസ്റ്റിക് ആണെന്ന് തോന്നണം. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ലാംഗ്വേജ്. ഐ ആം ലേണിംഗ് ഓർഗനൈസ്ഡ്. അതേപോലെ തന്നെ ഇത് നമ്മളെ മൈൻഡ് മാപ്പ് ചെയ്യാണ്. മൈൻഡിൽ മാപ്പ് ചെയ്യാൻ നമ്മൾ ഷെൽഫിൽ പുസ്തകം എടുത്തു വെക്കുന്ന പോലെ എന്ത് ചെയ്യാണ്, മൈൻഡിൽ കറക്റ്റായിട്ട് എടുത്തു വെച്ചാൽ കറക്റ്റിൽ എടുക്കാൻ പറ്റും. നമ്മളിവിടെ കുറേ പേപ്പറുണ്ട്. എല്ലാ പേപ്പറും കൂടെ ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫയൽ ചെയ്യും അല്ലേ? ഓരോ ഇനം തിരിച്ച് ഫയൽ ചെയ്യും, ഓരോ ഡേറ്റ് വെച്ച് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ കമ്പനി വെച്ച് ഫയൽ ചെയ്യും. ഫയൽ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ വേറെ ഫയൽ ഉണ്ടാവും, സപ്ലയറിന്റെ വേറെ ഫയൽ ഉണ്ടാവും, അതേപോലെ സ്റ്റുഡൻസിന്റെ വേറെ ഫയൽ ഉണ്ടാവും, നമ്മൾ ടീച്ചേഴ്സിന്റെ വേറെ ഫയൽ ഉണ്ടാവും, പേഴ്സണൽ ഡീറ്റെയിൽസ് വേറെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ ഫയൽ ചെയ്താൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ടേബിൾ വരച്ച് കളർ കൊടുത്ത് കൃത്യമായി എഴുതി വെച്ചാൽ അപ്പൊ ഇവിടെ ലമ്മ് കൊണ്ടെടുത്ത് കൊടുക്കേണ്ടടുത്തൊക്കെ ലമ്മിന് ഉക്തുബിന് അലിഫിന് ലമ്മ് കൊടുക്കണം. അതേപോലെ ഉക്തുബ് മധ്യത്തെ അക്ഷരം മധ്യത്തെ അക്ഷരത്തിന് ലമ്മ് കൊടുക്കണം. നളറ യൻദുറു അബൂനക്രിയിൽ ലമ്മാണ്. അപ്പൊ അതുകൊണ്ട് ഉക്തുബ് ഉൻദുർ എന്ന് വന്നു. അപ്പൊ മധ്യത്തിന് ലമ്മ് കൊടുക്കണം, അലിഫിന് ലമ്മ് കൊടുക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. കൽപ്പനക്രിയയ്ക്ക് വേണ്ടി ചേർക്കുന്ന അലിഫിന് ഹംസ എഴുതുകയില്ല. ഹംസ എഴുതുകയില്ല കേട്ടോ. അപ്പൊ ഇതവിടെ താടിയിൽ എഴുതി വെച്ചേക്കാം. കൽപ്പനക്രിയയ്ക്ക് വേണ്ടി ചേർക്കുന്ന അലിഫിന് ഹംസ എഴുതുകയില്ല. കാരണം ചേർത്ത് വായിക്കുമ്പോൾ ഹംസ ഉണ്ടാവില്ല, അലിഫ് തന്നെ ഉണ്ടാവില്ല. ഉദാഹരണം വരും ഇവിടെ. അക്രബൻ ഫിൽഫസ്. അപ്പൊ ഉൻദുർ നളറ യൻദുർ ഉൻദുർ ഉൻദുർ ഹുനായ ഉസ്താദ് ഉൻദുർ ഹുനായ ഉസ്താദ് ഇവിടെ നോക്കൂ ഉസ്താദ്. ഈ തഹ്ത മക്തബി ഹിഷാം. പിന്നെന്ത് ചെയ്തു? ഉഖ്തുലുഹാ യാ ഇഖ്വാനു. ഉഖ്തുലുഹാ ഉഖ്തുലുഹാ. കൊല്ലാണ്. ഖതല യഖ്തുലു ഉഖ്തുൽ. അതാണ് നമ്മുടെ വിഷയം. ഖതല യഖ്തുലു ഉഖ്തുൽ. ഖതല യഖ്തുലു ഉഖ്തുൽ. അവിടെയൊക്കെ ലമ്മടുത്തൊക്കെ ലമ്മ ഇട്ടിരിക്കുക. ഖതല യഖ്തുലു ഉഖ്തുൽ. ഉഖ്തുലു ഹാ അതിനെ കൊല്ലൂ. യാ ഇഖ്വാൻ നിങ്ങൾ വരും. നിങ്ങൾ അതിനെ കൊല്ലൂ. അപ്പൊ നേരത്തെ പറഞ്ഞത് ഏകവചനമായിരുന്നു. ഉൻദുർ യാ ഉസ്താദ്. ഇവിടെ ഉഖ്തുലു ഉൻദുർ ഉൻദുറു കേട്ടാ. അണ്ടർസ്റ്റാൻഡ് പഠിപ്പിക്കുന്നവരെ ഞാൻ ഇവിടെ പഠിപ്പിക്കും. ഉൻദുർ ഉൻദുറു. അപ്പൊ നളറ യൻദുർ ഉൻദുർ ഉൻദുറു. ബിമ നഖ്തുലുഹ ബിമ ബി മാ അറിയാലോ. ബി മാ എന്ത്. അതിന്റെ കൂടെ ബി ചേർന്നിട്ട് എന്തായി? ബി എന്തുകൊണ്ട്. എന്ത് ചെയ്തു? മാ വന്നപ്പോഴത്തേക്കും മുമ്പ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. മാ എന്ത്. എന്ത് എന്ന അർത്ഥത്തിലുള്ള മായുടെ കൂടെ ഹർഫ് ജെറ് വന്നാൽ എന്ത് ചെയ്യും? കസ്റത്തിന്റെ പദം വന്നാൽ എന്ത് ചെയ്യും? മുകളിലോട്ടുള്ള അലിഫ് താഴോട്ട്. അലിഫില്ല, പിന്നെ വാലയുള്ളു മീനിന്റെ. ബിമ നഖ്തുലുഹ എന്ത് വെച്ചാണ് ഞങ്ങൾ കൊല്ലേണ്ടത്? ബിമ നഖ്തുലുഹ എന്തുകൊണ്ടാണ് ഞങ്ങൾ അതിനെ കൊല്ലേണ്ടത്? ഉഖ്തുൽഹ ബിഹിസാഇക യാ ഹിശാമു. അപ്പോ ഹിഷാമിനോട് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാണ്. നമുക്ക് മനസ്സിലായി ഇത് ഒരു പുരുഷനോട് പറയുന്നതാണ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന ശരിയായ രീതിയിലുള്ള പഠനം എന്ന് പറയും. ഉഖ്തുൽഹ നീ അതിനെ കൊല്ലൂ. ബിഹിസാഇക ഹിസ എന്താണ്? ഷൂസാണോ ഹിദ എന്ന് പറഞ്ഞാല്? ഹിദ എന്ന് പറഞ്ഞാൽ ഷൂ. ഇംഗ്ലീഷ് പറയുമ്പോൾ ഷൂസ് എന്ന് പറയണമെന്നാണ്, ബഹുവചനം എന്ന് പറയണമെന്നാണ് വെള്ളക്കാരൻ വിളിപ്പിച്ചത്. കാരണം അതിന് ഏകവചനം ഇല്ല, അത് ഒന്നായിട്ട് ഉപയോഗിക്കാത്തത്. പക്ഷെ ഹിദ എന്ന് പറയുമ്പോൾ ഏകവചനമാണ്. അതിന്റെ ബഹുവചനമാണ് അഹ്ദിയത്തുൻ. ഹിദാഉൻ അഹ്ദിയത്തുൻ. അഹ്ദിയത്തുൻ. ഏത് ഹായാണോ വന്നിരിക്കുന്നത് അതേ ഹായാണ് ഉപയോഗിക്കുന്നത് കേട്ടാ. ഹിദാഉൻ അഹ്ദിയത്തുൻ. ഇവിടെ ഉണ്ടോ ഞാൻ നോക്കില്ല, എഴുതിയിട്ടുണ്ടോ? 102 പേജിലുണ്ട്. ഹിദിയത്ത് ഇവിടെ ഉണ്ട്. അവസാനത്തെ വക്കാബുകളുടെ കൂട്ടത്തിൽ ഹിദാഇന്റെ ബഹുവചനം എഴുതിയിട്ടുണ്ട്. അഹ്ദിയത്തുൻ. അപ്പോ ഹിദ എന്ന് പറയുമ്പോൾ നമ്മൾ ഷൂ എന്നേ പറയാൻ പറ്റും. ചെരുപ്പ്.
ചെരുപ്പ് എന്ന് പറയുമ്പോൾ ഞാലെന്ന് ഉപയോഗിക്കും. ഹിദ എന്ന് പറയുമ്പോഴാണ് ഷൂ. ഹിദ എന്ന് പറയുമ്പോൾ ഷൂ ആണ്. ഹിദായിക്ക, നിന്റെ ഷൂ കൊണ്ട് നീ അതിനെ കൊല്ലൂ. യാ ഹിഷാം, ഹിഷാമി. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ഒരു ആണിനോട് പറയുമ്പോഴാണ് ഉഖ്തുൽ എന്ന വാക്ക്. നേരത്തെ പറഞ്ഞ എല്ലാം ഒരാണിനോടുള്ള വാക്കാണ്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ക്ലൂ ഒന്നും തന്നില്ല. ഉണ്ണുർ യാ ഹുന യാ ഉസ്താദും ഉണ്ട്. യാ ഉസ്താദു അപ്പോ ഏകവചനമാണ്. ഒരു പുരുഷനോടാണ് പറയുന്നത് ഉണ്ണുർ യാ ഉസ്താദ്. ഉഖ്തുൽഹ ബിഹിദാഇക യാ ഹിശാം. ആ മാത്തത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുക ആ മാത്തത്. പോയോ? ആ അത് 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 മരിച്ചോ? അത് ചത്തോ? ആ ചത്തോ? അത് മരിച്ചോ? മാത്തത്. മാത്തത് മരിച്ചു. മാത്ത മരിച്ചു. നഅം. നഅം മാത്തത്. ആ അതെ 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 മരിച്ചു. അൽ മുദരിസ് ജിലിസു. ജിലിസു. അപ്പൊ എന്ത് ചെയ്യണം? ജലസ യജിലിസു ഇജിലിസ്. ബഹുവചനം ഇജിലിസു. ഇജിലിസു യാ അബ്നാഇ. അപ്പൊ ആരോടാ പറയുന്നത്? നേരത്തെ പറഞ്ഞു ഉഖ്തുൽ എന്നത് കുട്ടികളോട്. ഒരു ഹിഷാമിനോടാണ് പറയുന്നത്. ഇജ്ലിസു യാ അബ്നാഇ. അബ്നാ എന്ന് പറഞ്ഞാൽ വെറും കുട്ടികളാണോ? എന്റെ കുട്ടി. വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ എന്റെ ആ, കുട്ടികൾ എന്റെ എന്റെ കുട്ടി- അല്ല, വിദ്യാർത്ഥികളെ. മക്കൾ ആൺമക്കൾ. ആൺമക്കളാണ്. അബിന എന്ന് പറഞ്ഞാൽ ആൺമക്കൾ എന്ന് തന്നെ പറയാം കേട്ടോ. ഔലാദ് എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും എന്റെ ആവാം. ആൺമക്കളെ. അബിന എന്ന് പറഞ്ഞാൽ ആൺമക്കളാണ്. ഇവിടെ വിദ്യാർത്ഥികളെ എന്നുള്ള അർത്ഥത്തിലല്ലേ വരുന്നത്? അതെ, എന്തായിക്കോട്ടെ. നമ്മുടെ വിഷയം എന്താണ്? ആൺ ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുല്ലിംഗ ബഹുവചനം, അതാണ് നമ്മുടെ വിഷയം. ഇജ്ലിസു എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗ ബഹുവചനം. ബഹുവചനം. ആ, ആണുങ്ങളോട് പറയുന്നതാണ് ഇജ്ലിസു എന്ന്. നമ്മളിപ്പോ മക്കളെ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ജെൻഡർ തിരിച്ചറിയാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ആൺമക്കളെ ആൺകുട്ടികളെ എന്ന് പറഞ്ഞത്. എത്ര ഇദ്ദർസ യാ അലിയു. ഇഖ്റ ഇദ്ദർസ. അപ്പൊ എന്താ? ഖറഅ യഖറഉ ഇഖ്റ. ഇഖ്റ. ആ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഗ്രൂപ്പ് തിരിച്ച് പേജ് വേറെ വേറെ എഴുതാം കേട്ടോ. നസറ യൻസുറു പോലെ മധ്യത്തിൽ നമ്മളത് ഒരു പേജിൽ എഴുതണം. ഇവിടെ എന്താ? യഖ്റ ഫതഹ യഫ്തഹ് പോലെ ഖറഅ യഖ്റഉ എന്നത് വേറെ പേജിൽ എഴുതണം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് രണ്ട് വാക്കേ ഉള്ളെങ്കിൽ പോലും അത് സെപ്പറേറ്റ് എഴുതുക. അടുത്ത പേജിൽ അടുത്ത ഗ്രൂപ്പ് എഴുതുക. ഖറഅ യഖ്റഉ വരുമ്പോൾ വേറെ ഗ്രൂപ്പാണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ് പറയാൻ പഠിക്കാത്തവർ ശ്രദ്ധിച്ചു. ഖറഅ യഖ്റഉ രണ്ടിന്റെ മധ്യത്ത് ഫതഹാണ്. അപ്പൊ യഖ്റ കൽപ്പനക്രിയയിൽ യഖ്റ. അപ്പൊ മധ്യത്ത് ഫതഹ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഖറഅ യഖ്റഉവിന് യഖ്റ എന്നാണ് പറയുക, അക്ര എന്നല്ല പറയുക കേട്ടോ. യഖ്റ. നസറ യൻസുറുവിന് മധ്യത്തിൽ ലമ്മ ആയതുകൊണ്ട് ഉൻസുർ എന്നാണ് പറയുക. അപ്പൊ മധ്യത്തിൽ ലമ്മ ആയാൽ മാത്രം ഊ കൊടുക്കണം, അല്ല ഏതാണെങ്കിലും ഈ കൊടുക്കണം. ജിലിസു യാ ബന യാ. അപ്പൊ ജലസ യജിലിസു കേട്ടോ. ജലസ യജിലിസു വേറെ പേജിൽ എഴുതണേ. കാരണം എന്താ? ജലസയ്ക്ക് മധ്യത്ത് പൂർണ്ണക്രിയയിൽ ഫതഹും യജിലിസുവിന് അപൂർണ്ണക്രിയയിൽ കസറുമാണ്. ജലസ യജിലിസു. അപ്പൊ എന്ത് കൊടുത്തു അതിന്? ഇജിലിസ്. അപ്പൊ മധ്യത്ത് അപൂർണ്ണക്രിയയിൽ കസറാണെങ്കിലും ഇജിലിസ്. മധ്യത്ത് ഖറഅ യഖ്റ പോലെ മധ്യത്ത് ഫതഹാണെങ്കിലും യഖ്റ. അഊദു ബില്ലാഹി. അപ്പൊ യഖ്റ ഇദ്ദർസ യാ അലിയു. അലി പാഠം വായിക്കൂ. അലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്ത് വന്നു ഇവിടെ? യഖ്റ. അല്ലാഹ് പറഞ്ഞു യഖ്റ. അലിഫിന്റെ മുകളിൽ ഒരു അടയാളം ഇട്ടിരിക്കുന്നത് എന്താണ്? അവിടെ ഹംസത്തുൽ വസ്ലാണ് എന്ന് കാണിക്കാനുള്ള അടയാളമാണ്. നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് അടയാളം കൊടുക്കേണ്ടത് കൊടുത്തു വായിക്കും. യഖ്റ എന്നാണ് വായിക്കേണ്ടത്. ഖറഅ യഖ്റഉ യഖ്റ നേരത്തെ പറഞ്ഞു. അപ്പൊ യഖ്റ നീ വായിക്കൂ. ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. യഖ്റ നീ വായിക്കൂ. ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ ആരാണോ അവനായ.
അതായത് സൃഷ്ടിച്ചവനായ അല്ലാതെ ഖലഖ സൃഷ്ടിച്ചവനായ ഖലഖൽ ഇൻസാന അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ അലഖ് ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്ന് കേട്ടോ അലക്ക് ഒട്ടിപ്പിടിക്കുന്ന വസ്തു ബബിൾ ഗമിന് അലക്കെന്ന് പറയും ബബിൾ ഗമിന് അപ്പോ അലി പറയാണ് തുടർന്ന് ഞാൻ ഉസ്താദ് ഹഫിൽതു ഹാദിഹി സൂറ ഉസ്താദ് ഞാൻ ഈ സൂറത്ത് ഹിഫ്ളാക്കി മനപ്പാടമാക്കി ഹഫിൽതു ഞാൻ പഠിച്ചു അല്ലെങ്കിൽ മനഃപ്പാടമാക്കി. മനപ്പാടമാക്കി ഹാദിഹി സൂറത്ത ഈ സൂറത്ത് സ്റ്റേഡിയം അറിയാലോ താഴുണ്ട് അപ്പൊ അതുകൊണ്ട് ഹാദിഹി സൂറത്ത ഈ സൂറത്ത് ഞാൻ പാഠമാക്കി അയ്യ സൂറത്തിൻ അഹ്ഫളുഹ അയ്യ സൂറത്തിൻ അഹ്ഫളുഹ ബഅദഹ അതിനുശേഷം ഏത് സൂറത്താണ് ഞാൻ ഹിഫ്ളാക്കേണ്ടത് അയ്യ സൂറത്തിൻ അഹ്ഫളുഹ ബഅദഹ അതിനുശേഷം ഞാൻ ഏത് സൂറത്താണ് ഹിഫ്ളാക്കേണ്ടത് അൽ മുദരിസ് യഹ്ഫളു അപ്പൊ എന്താണ് ഹഫിള യഹ്ഫളു ഹഫിള യഹ്ഫളു ജലസ യജ്ലിസു അപ്പൊ വേറെ ഭാവമാണെന്ന് മനസ്സിലായല്ലോ ജലസ യജ്ലിസു അപ്പൊ മറ്റേത് കെസറാണ് അത് വേറെ പേരിലെഴുതണം ഇവിടെ എന്താ ഹാഫിള അപ്പം മറ്റേത് കെസറായി ഹാഫിള പൂർണ്ണക്രിയയിൽ മറ്റേത് കെസർ യഹ്ഫളു പൂർണ്ണക്രിയയിൽ മറ്റേത് ഫതഹ് ഹാഫിള യഹ്ഫളു യഹ്ഫൽ വേറെ പേരിലെഴുതണം എന്നിട്ട് ഈ 3 പേജും അല്ലെങ്കിൽ 4 പേജും എന്ത് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പഠിക്കണം കണ്ടിന്യൂസ് ആയിട്ട് മീൻസ് സറയൻസുറോ വൺസ് കത്തൽ യക്കത്തൽ ഒക്കത്തൽ അതേപോലെ ജലസ് ഇജിരിസ് ഇജിരിസ് ഹഫിള യഹ്ഫളു യഹ്ഫൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കും സമയ ഗ്രൂപ്പ് ആ സമയ ഗ്രൂപ്പ് യഹ്ഫൽ സൂറത്ത് തീനി നീ സൂറത്ത് തീൻ ഹിഫ്ളാക്കൂ ഖുദ് ദഫ്തറക ഹാദ വക്തുബ് ഫീഹി സൂറത്തൽ അലഖ് അപ്പൊ നമ്മള് ഖുദ് അഖദ യഖുദുവിന്റെ അത് വരുന്നുണ്ടോ നോക്കാം കേട്ടോ നമ്മൾ പിന്നീട് എക്സസൈസ് വായിക്കും പറയാം എക്സസൈസിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ കൽപ്പനക്രിയ എടുത്താൽ മതി അഖദ യഖുദു ഖുദ് കേട്ടോ എടുത്തു ഖുദ് എന്ന് പറഞ്ഞാൽ നീ എടുക്കുമെന്നാണ് അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറയും അഖദ യഖുദു ഖുദ് എന്നാണ് പറയുക അപ്പൊ നമ്മള് യഖുദു എന്ന് പറയുന്നിടത്ത് ഹംസ ഉണ്ട് അഖദ എന്താണ് ഹംസി തുടങ്ങുന്നതാണ് പിന്നെ അലിഫിന്റെ ഒരു ഇതും വരും അപ്പൊ അവിടെ ഒരു ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ അലിഫും കളഞ്ഞു ഹംസും കളഞ്ഞു അങ്ങനെയാണ് ഹുദ് വരുന്നത് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എക്സസൈസ് വരുന്നെങ്കിൽ നമുക്ക് അതനുസരിച്ച് അടുത്ത പേജ് തയ്യാറാക്കാം ഖുദ് ദഫ്തറക ഖുദ് എടുക്കൂ നീ എടുക്കൂ ദഫ്തറക നിന്റെ നോട്ട്ബുക്ക് അതാ നിന്റെ ഈ നോട്ട്ബുക്ക് എടുക്കൂ വക്തുബ് വക്തുബ് അവിടെ നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്ത് പഠിക്കണം വക്തുബ് എന്ന് പറഞ്ഞപ്പോ കത്തബ പറഞ്ഞപ്പോ നമ്മൾ എന്ത് പറഞ്ഞു കത്തബ യക്തുബു ഉക്തുബ് എന്ന് പറഞ്ഞു കത്തബ യക്തുബു ഉക്തുബ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ കൽപ്പനക്രിയയുടെ അലിഫിന് അടയാളം കൊടുക്കണം തുടങ്ങുമ്പോൾ കൽപ്പനക്രിയയുടെ അലിഫിന് അടയാളം കൊടുക്കണം ഒന്നുകിൽ ഈ അല്ലെങ്കിൽ ഉ കൽപ്പനക്രിയയുടെ അലിഫിന് ഒന്നുകിൽ ഈ അല്ലെങ്കിൽ ഉ 2 അടയാളം മാത്രമേ ഉള്ളൂ കൽപ്പനക്രിയയുടെ അലിഫിന് എന്തില്ല ആ ഇല്ല അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ പഠിക്കണം അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു ആ കൽപ്പനക്രിയയുടെ അലിഫ് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്നതാണ് എന്നൂടെ നോട്ട് ചെയ്യണം അപ്പൊ അതുകൊണ്ട് വാ ചേർന്ന് വന്നപ്പോ എന്തായി അലിഫ് അങ്ങ് പോയി വക്തുബ് ഖുദ് ദഫ്തറക ഹാദാ നിന്റെ ഈ നോട്ട്ബുക്ക് എടുക്കൂ വക്തുബ് ഫീഹി അതിലെഴുതൂ സൂറത്തുൽ അലഖ് അതിലെഴുതൂ തുബ് ഫീഹി സൂറത്ത കേട്ടോ മഫ്ഊൽ ബിഹി അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് പത്ത് കൊടുത്തു സൂറത്തുൽ അലഖ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തിന്റെ പേര് സ്വലാത്തിന്റെ പേര് ഇതൊക്കെ എപ്പോഴും ഇളാഫത്ത് ചെയ്തിട്ടാണ് യാ അബാബക്രിൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് യാ വന്നാൽ അബൂബക്കറിന്റെ അബിന് അലി കൊടുക്കും ആ അബാബക്രിൻ നമ്മൾ പറയുമ്പോഴത്തേക്ക് അബൂബക്കരെ എന്ന് പറയണം അബൂബക്കരെ ഇന്നൊക്കെ നഅ്സാനു നഅ്സാൻ ഉറക്കം തൂങ്ങുന്നവൻ ഉറക്കം
തൂങ്ങുന്നവൻ. സ്ലീപ്പി. നിനക്ക് നേഴ്സാണ്, നീ ഉറക്കം പോകുന്നുണ്ടല്ലോ. ഇദ്ഹബ് ഇലൽ ഹമ്മാം. അപ്പോ ഇദ്ഹബ് എങ്ങനെ വന്നത്? ദഹബ യദ്ഹബു. കേട്ടോ? അപ്പൊ നമ്മള് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് അറിയാത്തവര് നോട്ട് ചെയ്ത് കേട്ടോ. ഇപ്പോഴല്ല, നമ്മൾ രണ്ടാമത് വീഡിയോ കേട്ടിട്ടെങ്കിലും നോട്ട് ചെയ്യാം. ഗ്രൂപ്പ് അല്ല, ഒന്ന് ഇത് ഹബ്ബ് എന്നല്ല വേണ്ട, ഇത് ഹബു എന്നല്ല ഇട്ടേക്കണ അവിടെ. അല്ല, ഇത് ഹബ് എന്നല്ലേ? നിങ്ങൾ കിതാബിന് കുഴപ്പമില്ല. ഇത് ഹബ് ബാക്കി സുക്കൂനല്ല വേണ്ട. ബാക്കി സുക്കനാണുള്ളത് ഞങ്ങളെ കിതാബില്. ആ, ഇത് അത് ലമ്മായിട്ട് തെറ്റിയതെന്ന് തോന്നുന്നുണ്ട്. ലമ്മ ഇട്ടേക്കണം. ലമ്മായിട്ടാണ് അപ്പൊ സുക്കുനായിക്കളെ. തെറ്റിയത്. ഞാനിവിടെ ഓൾറെഡി തിരുത്തിയിട്ടുണ്ട്. ഇത് ഹബ്. ആരോ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോ പറഞ്ഞായിരുന്നു. അപ്പൊ സുക്കുനായിക്കളെ കേട്ടോ. ഇവിടെ എന്റെ ഡിസ്പ്ലേന്ന് കിതാബില് സുക്കുനുണ്ട്. ഇദ്ഹബ് ഇലൽ ഹമ്മാം. അപ്പോ ദഹബ യദ്ഹബു ഗ്രൂപ്പ് 1 കേട്ടോ. നമ്മൾ ഈ ക്രമത്തിലാണ് പഠിക്കുന്നത് കേട്ടോ. ഗ്രൂപ്പ് 1 അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രൂപ്പ് 1 ഫതഹ യഫ്തഹു, പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും മധ്യത്ത് ഫതഹ ഉള്ളത്, ഫതഹ യഫ്തഹു. രണ്ടാമത്തെ ഗ്രൂപ്പ് പൂർണ്ണക്രിയയിൽ ഫതഹ ഉള്ളതും അപൂർണക്രിയയിൽ കസ്ർ ഉള്ളതും, ദറബ യളിരിബു. മൂന്നാമത്തെ ഗ്രൂപ്പ് പൂർണ്ണക്രിയയിൽ കസ്ർ ഉള്ളതും അപൂർണക്രിയയിൽ ഫതഹ ഉള്ളതും, സമിഅ യസ്മഉ. നാലാമത്തെ ഗ്രൂപ്പ് നസറ യൻസുറു, പൂർണ്ണക്രിയയിൽ ഫതഹ ഉള്ളതും അപൂർണക്രിയയിൽ ലം ഉള്ളതും, നസറ യൻസുറു. ഇവിടെ നസറ യൻസുറുവിന്റെ പ്രോബ്ലം തീർക്കാൻ വേണ്ടി ആദ്യം തന്നെ നസറ യൻസുറു ബാബാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ ക്രമത്തിലാണ് എഴുതേണ്ടത്. ഈ ക്രമത്തിൽ എഴുതിയിട്ട് ഈ ക്രമത്തിൽ തന്നെ വായിച്ചു പഠിക്കാം കേട്ടോ. പിന്നെ നമ്മൾ റമദാൻ മാസത്തിൽ അറിവ് പഠിച്ചാലും കൂലി കിട്ടും. കാരണം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോയിട്ട് അവിടെ സെക്രട്ടറി പണിയാൻ, ട്രാൻസ്ലേറ്റർ പണി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അറിവ് പഠിക്കുന്നത് വിചാരിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എനിക്ക് ജോലി കിട്ടും, അധ്യാപകനാകാൻ പോവുകയാണ്, അതിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഫലം കിട്ടില്ല. അല്ല, ഞാൻ ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അറിവ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂലി കിട്ടും. ഇത് നോക്കിയിട്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഇത് നോക്കിയിട്ട് ഖുർആൻ ഇത് വരുന്നോ നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് ഖുർആൻ പെട്ടെന്ന് മനസ്സിലാവും. ഖുർആൻ മനസ്സിലാക്കാൻ സമയം വളരെ ചുരുങ്ങിയ സമയം മതി. എനിക്കറിയാം, അമേരിക്കയിലൊക്കെ ഉള്ള വെള്ളക്കാരുണ്ടല്ലോ, അമേരിക്കൻ വംശജർ 2-3 വർഷം ഇസ്ലാം സ്വീകരിച്ച് 2-3 വർഷത്തിനകം അവരെന്ത് ചെയ്തു? ഖുർആനൊക്കെ സ്ഫുടമായി പാരായണം ചെയ്തിട്ട് പ്രസംഗം നടത്തുന്ന പ്രബോധകനായി മാറിയിട്ടുണ്ട്. പ്രസിദ്ധരായ പ്രബോധകന്മാരൊക്കെ ഉണ്ട്. 2-3 വർഷത്തിനകം അവരെന്തായി? പ്രബോധകരായി. ഖുർആനൊക്കെ സ്ഫുടമായിട്ട് പാരായണം ചെയ്തിട്ട് എന്താണ് സാധാരണ പണ്ഡിതന്മാര് പ്രസംഗിക്കുന്ന പോലെ തന്നെ പ്രസംഗിക്കുന്ന ആൾക്കാർ. ഖുർആൻ മനസ്സിലാക്കാൻ സമയമൊന്നും വേണ്ട. ഇത് മനസ്സിലാകുമെന്ന് നമ്മൾ തീരുമാനിക്കുക, പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക. മുന്നിട്ടിറങ്ങുക. മനസ്സിലാകുമെന്ന് വിചാരിക്കുക. ഇത് പ്രയാസമില്ലാത്ത ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് സിസ്റ്റമാറ്റിക് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. താനെ വരും. അപ്പോ ഇദ്ഹബ് ഇലൽ ഹമ്മാമി. നീ എവിടെ പോകണം? ഹമ്മാം എന്താണ്? ബാത്റൂം. ഇപ്പോഴത്തെ ബാത്റൂം കുളിമുറിയാണോ ടോയ്ലറ്റ് ആണോ? ഹമ്മാമ് ബാത്റൂം അല്ലേ? ഇവിടെ ഹമ്മാം എന്ന് പറഞ്ഞാല് ബാത്റൂമാണ് കേട്ടോ. ഹമ്മാം എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സ്ഥലമാണ് ഹമ്മാം. അപ്പൊ നമ്മള് ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ബാത്റൂമിൽ പോയത് രാവിലെ ബാത്റൂമിൽ പോയെന്ന് പറയും. ബാത്റൂമിൽ പോയിട്ട് ലേറ്റ് ആണ്, അപ്പം അവിടെ ടോയ്ലറ്റ് പോയതിന് നമ്മൾ ബാത്റൂമിൽ പോകണമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്ക് ബാത്റൂം എന്ന് പറയുന്നത് എഴുതിയാൽ നമുക്ക് മാർക്ക് തരാൻ പറ്റില്ല. കുളിമുറി എന്ന് എഴുതിയാൽ മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് തരും. വഗ്സിൽ, ഗസല യഗ്സിലു, ഗസല യഗ്സിലു. ഇതിന്റെ എക്സസൈസ് അത് കൃത്യമായിട്ട് വരുന്നുണ്ടാവും. നിങ്ങൾ എഴുതാൻ പാടുണ്ടെങ്കിൽ, എഴുതാൻ ബുദ്ധിമുട്ടായി തോന്നിയാൽ താഴോട്ടുള്ള ഭാഗം വായിച്ചു നോക്കിയിട്ട് എഴുതാം. ഗസല യഗ്സിലു. അല്ലെങ്കിൽ ചാറ്റ് GPT എല്ലാം ഉപയോഗിച്ചാൽ മതി, അവിടെ കിട്ടും. അതിന്റെ പാസ്റ്റ് ടെൻസ് പറയാൻ പറയും. ചാറ്റ് GPT പ്രത്യേകം 3 ലാംഗ്വേജ് ഒരേ സമയം നമ്മൾ സംഭരിക്കാൻ പറ്റും. ഗീവ് മീ ദ പാസ്റ്റ് ടെൻസ് ഓഫ് എന്ന് വിളിച്ചിട്ട് ഗസല, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് ഗസല ഇൻ അറബിക് കൊടുത്താലും മതി.
ബ്രാക്കറ്റിൽ GHSAL കാണുന്നത്. ഏകദേശം ഉച്ചാരണമൊക്കെ അവർ കണ്ടെത്തിയോളൂ. അത് സാദൃശ്യമായ വാക്കുണ്ട്. അപ്പം അതല്ല വേറെ വാക്കാണെങ്കിൽ അറബി തന്നെ എഴുതാൻ നമ്മൾ പഠിക്കുക. അറബിക്ക് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പഠിക്കണം. വഖ്സിൽ വജ്ഹക, നിന്റെ മുഖം കഴുകൂ. ഇഫ്തഹിൻ നവാഫിദ, ഫതഹ യഫ്തഹു ഇഫ്തഹ്. ഇഫ്തഹിൻ നവാഫിദ, നിങ്ങൾ വിൻഡോസ് നീ തുറക്കൂ. നീ വിൻഡോസ് തുറക്കൂ. നവാഫിദ്, നവാഫിദിന്റെ ഏകവചനം എന്താണ്? ഒന്നാം ക്ലാസ് പഠിച്ചുകൊണ്ട് മറന്നു പോകും അത്. ആ പഠിച്ചതാണ്. നാഫിദത്ത് നാഫിദത്ത് നാഫിദ് നാഫിദത്തുൻ. നാഫിദത്തുൻ. ബഹുവചനം എന്താണ്? നാഫിദത്തിന്റെ ബഹുവചനം എന്താണ്? നവാഫിദ് നവാഫിദു. നവാഫിദ നവാഫിദു. ഒരു ലമ്മേ ഉള്ളൂ. ഇവിടെ ഇഫ്തഹിന്റെ നവാഫിദു. ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നവാഫിദ എന്ന് ഫത്തഹത്ത് കൊടുത്തത്. നവാഫിദു എന്ന് ഒരു ലമ്മേ ഉള്ളൂ. യാ അബ്ദല്ല, അബ്ദല്ല വിൻഡോസ് തുറക്കൂ. ഫഇന്നൽ ഖുർഫത. അപ്പൊ ഫഇന്ന എന്ന പ്രയോഗം നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് കൽപ്പനക്രിയ. കൽപ്പന. രണ്ടാമത്തെ പോയിന്റ് കെട്ടുള്ള താഴില്ലാത്ത അല്ല സ്ത്രീലിംഗം. അല്ല അല്ല അതല്ല അല്ല അത് പോയിന്റ് അല്ല. പോയിന്റ് എന്ന് പറയും പാഠത്തിലൊരു പോയിന്റ് എന്ന് പറയുന്നത് നെക്കിറ കൊണ്ട് തുടങ്ങാം. എപ്പോൾ? ചോദ്യം ഉപയോഗിക്കുന്നുണ്ട്. ചോദ്യം വരുമ്പോൾ. ചോദ്യം വരുമ്പോൾ നെക്കിറ കൊണ്ട് തുടങ്ങാം. അതായത് ഇൻഡെഫിനിറ്റ് നൗൺ കൊണ്ട് തുടങ്ങാം. പൊതുവിൽ തുടങ്ങുന്ന പദം എന്തായിരിക്കണം? ഡെഫിനിറ്റ് ആയിരിക്കണം. രണ്ട് കാര്യം അവിടെ പഠിച്ചു. ഒന്ന്, കോമൺ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെഫിനിറ്റ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. എന്നാൽ ഇൻഡെഫിനിറ്റ് കൊണ്ട് തുടങ്ങാം എപ്പോൾ? ചോദ്യപദം വരുമ്പോൾ. അത്തറബുൻ കേട്ടാ. കുട്ടികൾ കടിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. കുട്ടികൾ കടിച്ചാലേ സീരിയസ്നെസ് മനസ്സിലാവും. കാരണം മുമ്പെല്ലാം അവിടെ ഇവിടെയൊക്കെ ഹോളുണ്ടാവും. വീടുകളിലെ സൈഡിലേക്ക് ഹോളുണ്ടാവും. എത്ര സിമെന്റ് ആണെങ്കിലും ഇവിടെയൊക്കെ ഹോളുണ്ടാവും. അപ്പൊ ഹോളിൽ കൂടെ കുട്ടികൾ ഇറങ്ങി വരും. അപ്പൊ കടി കൊണ്ടില്ലെങ്കിൽ സീരിയസ്നെസ് ഓർമ്മ വരും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഫഇന്നയുടെ ഉപയോഗം. ഫഇന്നയുടെ ഉപയോഗം. യാ അബ്ദുള്ള, അപ്പൊ അബ്ദുള്ളയുടെ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞു? ഇഫ്തഹി നവാഫിദ യാ അബ്ദുള്ള, അബ്ദുള്ള വിൻഡോസ് തുറക്കൂ. ഫഇന്ന, ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ. ഇന്ന നമ്മൾ എന്താ പഠിച്ചത്? തീർച്ചയായും ഇന്നലെ പഠിച്ചോ. ഇവിടെ എന്താ പറഞ്ഞത്? ഇഫ്തഹി നവാഫിദ യാ അബ്ദുള്ള ഫഇന്ന, എന്തുകൊണ്ടെന്നാൽ. അൽ ഖുർഫത മുദ്ലിമത്തുൻ വൽ ജവ്വു ഹാറുൻ. അൽ ഖുർഫത്തു, മുറി എന്താണ്? മുദ്ലിമത്തുൻ. മുദ്ലിമത്ത് എന്താണ്? ഇരുട്ട്. ഇരുണ്ടതാണ്. ഇരുണ്ടത്. മുദ്ലിമത്തുൻ ഡാർക്ക്. ഡാർക്ക്നെസ് അല്ല. മുദ്ലിമത്തുൻ ഡാർക്ക്, അത് ഇരുണ്ടതാണ്. അൽ ഖുർഫ, ഇന്നൽ ഖുർഫത്ത്. അപ്പം ഇന്ന, അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ കാലം പറയാൻ വേണ്ടി ഇന്ന ഉപയോഗിക്കും. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ എന്നർത്ഥം. ഇന്ന അൽ ഖുർഫത മുദ്ലിമത്തുൻ വൽ ജവ്വു. ജവ്വ് എന്താണ്? വളരെ. ജവ്വു എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ. ജവ്വ്, വെതർ, കാലാവസ്ഥ. അൽ ജവ്വു, കാലാവസ്ഥ. ഹാറുൻ, ചൂടാണ്. ചൂടുള്ളത്. കാലാവസ്ഥ ചൂടുള്ളതാണ്. അതുകൊണ്ട് അതേപോലെ റൂം ഡാർക്കാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് നീ ജനലുകൾ തുറക്കൂ. ഇതാണ് പാഠം കേട്ടോ. ഞാൻ മദീനന്നാണ്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമാണ് മുമ്പേക്ക് പോയത് അല്ലേ? കഴിഞ്ഞ ചൊവ്വാഴ്ച പ്ലെയിനിലാർന്ന്. ഇന്ന് ചൊവ്വാഴ്ച മദീനത്താണ്. ഒരു 2 ഉംറ കഴിഞ്ഞ് മദീനത്തേക്ക് തിരിച്ചു വന്നേക്കാം. അപ്പൊ ഹജ്ജ് എപ്പോഴും ചെയ്ത്? ഹജ്ജ് 18 വർഷം മുമ്പ് ചെയ്തിരുന്ന. 18 വർഷം. അപ്പൊ തിരക്കൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. റൂമൊക്കെ വൈഫിനും പെങ്ങളും ഞാനും ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അവിടെയും ഒരു മുറി കിട്ടി, ഇവിടെ ഒരു മുറി കിട്ടിയേക്കാം. 3 പേർക്കും കൂടി. ചിലപ്പോ റിക്വസ്റ്റ് ചെയ്താൽ തരും. അപ്പോ ചെയ്തിട്ടുണ്ട്. ചെയ്യണം. ഇനിയും ചെയ്യണം.
ഓക്കെ. ഇനി ചൊവ്വാഴ്ച അല്ല, ഇനി വ്യാഴാഴ്ച മക്കത്തേക്ക് പോയി അവിടെ ഒരു ഉംറയും കൂടി ചെയ്ത് ഒരു ഉമ്മറയും കൂടി ചെയ്യാം അവിടുന്ന്. അടുത്ത ചൊവ്വാഴ്ച അല്ല അടുത്ത ചൊവ്വാഴ്ച നമ്മൾ ഇവിടെ കയറും. ജിദ്ദത് ഏഴ് മണിയാണല്ലേ അവിടെ? 7 മണിയായിരുന്നു. അവിടെ 7 മണിയാണ് അവിടെ. 6 മണിക്കൂർ വ്യത്യാസം. പണ്ട് സൗദിയിൽ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടല്ലോ. പണ്ട് സൗദിയിൽ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടായിരുന്നു. പോയിട്ടുണ്ട്, പലവട്ടം പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ ഈ എക്സസൈസ് നിങ്ങൾ സ്വന്തം വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം? എന്താ വേണ്ടത്? ആൻസർ ചെയ്യാം. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ടത് വിതിൻ ദിസ് വീക്ക്, ഈ വീക്ക് ആദ്യം ചെയ്യേണ്ട പണി ഇതാ. അതായത് ഇത് മറന്നു പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അൽ മാദി വൽ മുദാരി അംർ ഇവിടെയുണ്ട്. ഖത്തറ യഖ്തുലു വഖ്തുൽ, സമിയ യസ്മഉ ദഹബ യദ്ഹബു യദ്ഹബ്, ജലസ യജ്ലിസു യജ്ലിസ്. എല്ലാത്തിന്റെയും കൽപ്പനക്രിയ എഴുതുക കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്സസൈസ് വായിച്ചു പോകാം അടുത്ത പ്രാവശ്യം. പക്ഷേ ഇത് മറക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ത്രീലിംഗ ബഹുവചനം വരെ ഈ പാഠത്തിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഇതിന്റെ ഈ വീക്കിൽ തന്നെ ചിലപ്പോൾ ഇന്നോ നാളെ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടാൽ അത് മറക്കാതെ അവിടെ തന്നെ ഇരിക്കും. ഇവിടെ കണ്ടോ? എക്സസൈസ് നമ്പർ 4. എക്സസൈസ് നമ്പർ 4 ഖത്തർ യഖ്തുലു വഖ്തുൽ. ഇവിടെ പൂരിപ്പിച്ച് മാത്രമേ ഉള്ളൂ ഇതാണ്. പൂരിപ്പിച്ചിട്ട് സ്കാൻ ചെയ്ത് എവിടെ ഇടണം? ഗ്രൂപ്പിൽ ഇടണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ. കാരണം എന്താ, ഇവിടെ ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഓർഡറിലല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഓർഡർ നമ്മൾ പഠിക്കണം. അറിയാത്തവർ 1-2 പേരുണ്ടല്ലോ, ആരായിരുന്നാലും ഇത് പ്രാക്ടീസ് ചെയ്യണം. നേരത്തെ പഠിച്ചവരും ഇതൊന്നുകൂടെ പഠിക്കുക. കാരണം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് അറബിക്കിലേക്ക് വരുന്നത് എന്താണ്? അത് ഉറപ്പിക്കാനും കൺഫേം ചെയ്യാൻ വേണ്ടി, റീകൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീകൺഫേം ചെയ്യണം. അപ്പൊ ഖത്തർ യഖ്തുലു 4ാമത്തെ ഗ്രൂപ്പാണ്. ദഹബ യദ്ഹബു 1ാമത്തെ ഗ്രൂപ്പാണ്. ജലസ യജ്ലിസു 2ാമത്തെ ഗ്രൂപ്പാണ്. ഫഹിമ യഫ്ഹമു 3ാമത്തെ ഗ്രൂപ്പാണ്. അതായത് 1ാമത്തെ ഗ്രൂപ്പിൽ 2നും 10 പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും. 2ാമത്തെ ഗ്രൂപ്പിൽ അപൂർണക്രിയയിൽ മാത്രം കസർ. 3ാമത്തെ ഗ്രൂപ്പിൽ പൂർണ്ണക്രിയയിൽ തന്നെ കസർ. 4ാമത്തെ ഗ്രൂപ്പിൽ ഖത്തർ യഖ്തുലു മധ്യത്ത്, അപൂർണക്രിയയിൽ മധ്യത്തുള്ള അമ്മ. അതിലെ ഇത് എല്ലാം മിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ ഓർഗനൈസ് ആവും നമ്മുടെ നോളജ്. തബഹ എത്തുബഹു എന്താർത്ഥം? എത്തുബഹു തബഹ എത്തുബഹു കുക്ക് ചെയ്തു. ഖത്താ യഖ്ത മുറിച്ചു. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചാൽ ആബാദ യഅ്ബുദു പഠിച്ചു. അനുസരിച്ച് പറഞ്ഞു. ഹറഫ യഅരിഫു അറിഞ്ഞു. അക്കല യഅ്കുലു തിന്നു. ഫഅല യഫ്അലു പ്രവർത്തിച്ചു. ഓക്കെ. ഇന്ന് ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ അതൊരു ഭയങ്കര നോളജാണ്. ഈ പാഠത്തിൽ പറയേണ്ട എക്സസൈസിൽ പറയേണ്ട കാര്യങ്ങളൊക്കെയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പെട്ടിക്കോളത്തിൽ കൊടുത്തിരിക്കുന്നില്ലേ, പെട്ടിക്കോളത്തിൽ കൊടുത്തിരിക്കുന്നതിന് അതിനെ വലിയ ഫോക്കസ് നിങ്ങൾ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു. എന്നിട്ട് ആ ടേബിൾ ഞാൻ പറഞ്ഞതുപോലെ ടേബിൾ ഉണ്ടാക്കണം. ഇവിടെ തൽക്കാലത്തേക്ക് പൂരിപ്പിച്ച് ഉടനെ തന്നെ ഇടുക. എന്നിട്ട് കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാളോ ടേബിളാക്കി എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ക്രിയകൾ ഏതൊക്കെയുണ്ട്? ക്ലാസ്സിൽ പഠിച്ച ക്രിയകൾ, ദർസിൽ പഠിച്ച പാഠത്തിൽ പഠിച്ച ക്രിയകളും തന്നിരിക്കുന്ന ക്രിയകളും ചേർത്താൽ നമുക്ക് 4 പേജ് എഴുതാൻ വേണ്ടി 4 പേജ് ഒരുപാടൊന്നും ഉണ്ടാവില്ല. എഴുതാൻ വേണ്ടിയുള്ള വേണ്ടത്ര ക്രിയകൾ
ഉണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? طبخ കുക്ക് ചെയ്തു എന്നാണല്ലേ? ആ തബഹ യത്ബഹു, മത്തുബഖ് എന്നുള്ളതിന്റെ ആ അത് തന്നെ മത്ബഹ്. കുക്ക് ചെയ്യുന്ന സ്ഥലം മത്തുബഖ്. അതെ, മൂന്നാം ഭാഗത്തിലാണ് നമ്മൾ അത് പ്രവർത്തി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് പഠിക്കുക. ശരി, ഇത് ശരിയായിട്ട് പഠിക്കുക, ഉറപ്പിക്കുക, എഴുതുക, ഗ്രൂപ്പ് ഇടുക. അതിന് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസ് ചെയ്ത് എഴുതുക. ഖുർആനിൽ അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പഠിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്തഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിവോ 12305 ആരാ? റഷീദ് സാഹിബാണോ? ഞാനാ. ഇന്ന് മിണ്ടിയില്ലല്ലോ ഇന്ന്. അല്ല, ഞാൻ യാത്ര കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയുള്ളൂ. ആ കേറി. ലേറ്റ് ആയിട്ട് കയറിയതാണ്. ലൈറ്റ് കയറി, 1/2 മണിക്കൂർ ലൈറ്റാ. ഇൻഷാ അല്ലാ ഇത് കേട്ട് നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി